ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ട് ഞാൻ തമ്പനയിൽ പറഞ്ഞ പോലെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് ഗൈസ്. അപ്പോൾ എൻ്റെ കോളേജ് ജീവിതത്തിലെ ഒരു കുഞ്ഞു ദിവസം എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു. സാധാരണഗതിയിൽ ലീവൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ വളരെ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷേ ഇന്ന് വന്നിട്ട് ഞങ്ങൾക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ട് രാവിലെ 9:30. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷായി രാവിലത്തെ ഉറക്കപ്പിച്ചൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞങ്ങൾ നേരെ മെസ്സിലേക്ക് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി. അങ്ങനെ മെസ്സിലെത്തി. ഇന്നത്തെ ഫുഡ് വന്നിട്ട് പത്തലും കടലക്കറിയായിരുന്നു, പിന്നെ ടീയും. അപ്പം നല്ല അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ രാവിലെ ഉറക്കം കഴിഞ്ഞാണ് വന്ന് കഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഉറക്കപ്പിച്ചായിരിക്കും. ഞങ്ങളിങ്ങനെ സൈലൻറ്റ് മോഡ് ഓൺ ആയിട്ടായിരിക്കും ഇരിക്കുക. പിന്നെ എന്താ, ഇത് ഞങ്ങളുടെ ഹോസ്റ്റലിലെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ഞങ്ങൾക്ക് രണ്ട് രീതിയിലും പോവാം. ഞങ്ങൾ സെക്കൻഡ് ബ്ലോക്കിലാണ് ഞങ്ങളുടെ റൂം. പിന്നെ നേരെ റൂമിലെത്തി ഡ്രസ്സൊക്കെ മാറി. പ്രസൻറ്റേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് മുടി കെട്ടലും പിന്നെ കണ്ണെഴുത്തും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പ്രസൻറ്റേഷൻ ഹാളിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പ്രസൻറ്റേഷന് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ടായിരുന്നു, ലാപ്പും അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടികൾ. അങ്ങനെ അതിനൊക്കെ ശേഷം ഞങ്ങൾ നേരെ പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ 1 by 1 ആയിട്ട് 10 പേരടങ്ങുന്നുണ്ട്. ഞങ്ങൾ 10 പേരുള്ള ടീമാണ്. അപ്പോൾ 10 പേരും നേരെ പോയി പ്രസൻറ്റ് ചെയ്തു. അങ്ങനെ പ്രസൻറ്റേഷനൊക്കെ ശേഷം മിസ്സ് വന്നിട്ട് കുറച്ച് കറക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു എന്തൊക്കെയാണ് വേണമെന്ന്. അങ്ങനെ പ്രസൻറ്റേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് പ്രൊജക്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ഫാമിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഗൈസ്, നമ്മളിപ്പോൾ ഫാമിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെയിലാണ്. ഇന്നലെ മിനിങ്ങാന്നൊക്കെ ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല വെയിലാണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലേക്ക് പോകുന്നത് എന്തിനാ? കശുമാവും തൈയും മാവും തൈയും സപ്പോട്ടയും ഗുവേൻ്റെ ഒക്കെ പൈസയും ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെയിലത്ത് കത്തിച്ചൊലിച്ചുകൊണ്ട് പോവുകയാണ് ഗൈസ്. അനന്യ, ഞങ്ങളുടെ ഷിബു ആണിത്. ഷിബു എന്തെങ്കിലും പറയാൻ? അങ്ങനെ ഫാമിലെത്തി. ഞങ്ങളുടെ പ്രൊജക്റ്റ് വന്നിട്ട് ഞങ്ങളൊരു നഴ്സറി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്തു. ഞങ്ങളുടെ ചേട്ടനാണ് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ. പക്ഷേ ഗൈസ്, അവിടെ എത്തി കളക്റ്റൊക്കെ ചെയ്തതിന് ശേഷം ഇതാ മഴയാണ്. നിങ്ങൾ കണ്ടോ, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പം ഭയങ്കരമായ വെയിൽ. ഇപ്പം ഇതാ ഒരു കുടയിൽ വെയിലിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ടായിരുന്നു കുട എടുത്തത്. ഇപ്പം ഇതാ മഴ. നമ്മുടെ ശിവമോൾ നനഞ്ഞ് കുടിക്കുന്നു. ഞാനും റെഡി. ഡേ ഇൻ മൈ ലൈഫാ. ഡേ ഇൻ മൈ ലൈഫ്. ഏയ് ഷിബു, വാട്ട് ആർ യു ഡൂയിങ്? കണ്ടോ, ഞങ്ങളുടെ അധ്വാനിക്കുന്ന കർഷകയാണ് ഗൈസ്. പറയാം നമ്മുടെ അധ്വാനിക്കുന്ന കർഷക കണ്ടോ, സെയിലിംഗ് മെഷീനിലിട്ട് സോപ്പ് പാക്ക് ചെയ്യാണ് പാവൻ്റെ കർഷക. ഇവിടെ ഭയങ്കരമായ ഡിസ്കഷനിലാണ് ഗൈസ്. ബംഗാൾ എവിടെ പോയിട്ടുണ്ടായിരുന്നില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ELP കോഴ്സ് വന്നിട്ട് 2 എണ്ണത്തിലാണ്. ഞങ്ങൾ 10 പേരടങ്ങുന്ന ഒരു ടീമാണ്. ഞങ്ങൾ 2 കോഴ്സാണ് എടുത്തത്. അതിൻ്റെ ഒന്ന് ഫ്ലോറിക്കൾച്ചറും ഒന്ന് സീടെക്കും. അപ്പോൾ ഫ്ലോറിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ട് ഉള്ള പുതിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ട് പുഡിങ്ങും അതിൽ തന്നെ പെർഫ്യൂമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഇപ്പം ഞങ്ങൾ പ്രസൻ്റ്ലി ഉണ്ടാക്കുന്നത് സോപ്പാണ്. അപ്പോൾ ഇത് അസ്ലമും ഷുഹൈബൊക്കെ ഇവരും ഞങ്ങളുടെ ബാച്ച്മേറ്റ്സ് ആണ്. ഞങ്ങൾ ഒരുമിച്ചുള്ളവരാണ്. പക്ഷേ എന്താ പറയുക, ELPൻ്റെ ഭാഗമായിട്ട് പല ടീമായിട്ട് ഡിവൈഡ് ചെയ്ത ആൾക്കാരാണ്. പിന്നെ ഞങ്ങളിപ്പോൾ ഉണ്ടാക്കുന്ന കറൻ്റ്ലി ഞങ്ങളുടെ പരിപാടി സോപ്പ് പ്രിപ്പറേഷൻ ആണ്. 10 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഈ കോളേജിൽ നിന്ന് പോവുകയാണ്. എന്താ പറയാനുള്ളേ? 10 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഈ കോളേജിൽ നിന്ന് പോവുക. എന്താ പറയാനുള്ളേ? പറയണേ, ഞാൻ നിന്നോട് ചോദിക്കാം. MSK ശരിക്കും സങ്കടമോ സന്തോഷോ? പ്രഭിക്കോ? എനിക്ക് പോയേ പറ്റൂന്നൊക്കെ. അങ്ങനെ ലാബിലെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു ഉച്ച 1:30 ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വീണ്ടും പോയി മെസ് ഹാളിലേക്ക്. അപ്പോൾ ഇന്നത്തെ ഫുഡ് വന്നിട്ട് ചോറ്, പരിപ്പ് കറി, അച്ചാർ, പപ്പടം, പിന്നെ സോവയ അതൊക്കെയായിരുന്നു. പിന്നെ എനിക്ക് അത്ര ഇഷ്ടമല്ല ഈ പരിപ്പ് കറി. അപ്പോൾ ഞാൻ രാവിലത്തെ കടലക്കറി ഇരിപ്പുണ്ടായിരുന്നു, അതും പോയി എടുത്ത് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് വേറെ കാര്യമായിട്ട് അധികം പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ കിടന്ന് കുറേ നേരം റീൽസൊക്കെ കണ്ടു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചിമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചിമ്മൊരു പണിയില്ല, പക്ഷെ കുഞ്ഞമ്മയ്ക്ക് പണിയുണ്ട്. അവർക്ക് എന്തോ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് കുറേ നേരം എന്തൊക്കെയൊക്കെയോ സംസാരിച്ചിരുന്നു. ഇരുന്നും കിടന്നും ഒക്കെ സംസാരിച്ചു. വ്ളോഗ് എടുക്കുന്ന ആരും പെങ്കു മറന്നു പോയി ഗൈസ്. അപ്പോൾ അവള് അപ്പം തന്നെ വെട്ടി വിഴുങ്ങി തിന്നു.
ഞാൻ ഇന്ന് കഴിക്കാം, പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും പോരാ. അങ്ങനെ വർത്താനൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് സ്നാക്സ് ഇന്ന് വന്നിട്ട് കേക്കായിരുന്നു. അപ്പം അതത്ര പോരാ ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ വൈകുന്നേര വേളകളിൽ ആനന്ദകരമാക്കാൻ എപ്പോഴും പോകുന്ന സ്ഥലമാണ് സിപ്പ് ആൻഡ് ഡിപ്പ്. എന്തെങ്കിലുമൊക്കെ ചായക്ക് കുടിച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ വരും. അപ്പോൾ ഇന്ന് പോയപ്പോൾ കഴിച്ചത് അവളൊരു ബ്രെഡ് ഓംലേറ്റും ഞാനൊരു ഷേക്കും വാങ്ങി കഴിച്ചു. പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമീളം. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ചിമ്പൂനുള്ള ഇവിടെ ബൂസ്റ്റ് കുലുക്കിയും ഞാൻ നേരത്തെ കാണിച്ചു ഞങ്ങളുടെ ഷിബുവിനുള്ള മസാലക്കടലയുമായി ഞങ്ങൾ പോകുകയാണ്. പാമ്പുകൾക്ക് വളമുണ്ട് ഒന്നിന് പാട്, നല്ല പാട്ട് പാട്. എൻ്റെ ബംഗാൾ നിങ്ങൾ വിചാരിക്കണമല്ല, ഭയങ്കരമായിട്ട് പാട്ടൊക്കെ പാടാൻ കഴിവ് അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുന്ന കൊച്ചാണ്. നേരത്തെ പാമ്പുകൾക്ക് മാളമില്ല എന്നുള്ള കഥയല്ല, കവിതയല്ലല്ലോ, പാട്ടൊക്കെ പാടിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ല അവളുടെ ഉള്ളിലെ കഴിവ് എന്തോരം ഉണ്ടെന്ന്. അപ്പം ആ കഴിവ് ഒന്നും കൂടെ തെളിയിക്കാൻ ബംഗാൾ ഒരു പാട്ട് കൂടെ പാടും. ഈ മണ്ണും ചെളിയും താണ്ടി വേണം നമുക്ക് നമ്മുടെ കോളേജിലേക്ക് പോകാൻ. ഇപ്പൊ നാഷണൽ ഹൈവേന്റെ പണി കോളേജിന്റെ ഫ്രണ്ടിൽ നടക്കുന്നതുകൊണ്ട് ഇതാണ് അവസ്ഥ. ഒരു മഴ പെയ്ത ബ്ലും ഇവിടെ എവിടെയോ കണ്ട് ബംഗാളിന്റെ ചെരുപ്പ് മുങ്ങിപ്പോയിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ നോക്കി നടന്നില്ലേ താഴെ കിടക്കും കേട്ടോ. ഇത്രയും ചെളി കുണ്ടുകളാണ് ഗൈസ്. പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് പോയി അടുത്ത മാസം വരുമ്പോഴൊക്കെ ആകുമ്പോഴത്തേക്കും ഇതൊക്കെ സെറ്റ് ആവുന്ന വിചാരിക്കണം. കണ്ടോ ഗൈസ്, പാല് കൊതിച്ചായ നമ്മുടെ ബംഗാൾ ബംഗു മിൽക്ക് അവൈലബിൾ എന്നുള്ള ഒറ്റ മെസ്സേജ് കണ്ട് ചാടിത്തുള്ളി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞങ്ങൾ സ്പെഷ്യൽ മെസ്സിൽ ഞങ്ങൾക്ക് ഇന്ന് എന്താണുള്ളത്. അങ്ങനെ രാത്രിയായപ്പോൾ ഞങ്ങൾ വീണ്ടും ഫുഡ് കഴിക്കാൻ മെസ് ഹോളിലെത്തി. അപ്പോൾ ഇന്നത്തെ ഫുഡ് വന്നിട്ട് ചപ്പാത്തിയും കോളിഫ്ലവറും ആണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സാധനം കേട്ടോ, ഇത് രണ്ടും നല്ല ഇഷ്ടമാണ് കോമ്പിനേഷനിൽ കഴിക്കാൻ. പിന്നെ നല്ല ചൂട് കാപ്പിയും കിട്ടും. പിന്നെ രാത്രി ഫുഡ് കഴിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ മെസ് ഹോൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഞങ്ങളിങ്ങനെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ നേരം ഇരിക്കും. അത് എല്ലാവരും ഉണ്ടാവും, എല്ലാ ബാച്ചിലെ കുട്ടികളും ഉണ്ടാവും. അപ്പോൾ നല്ല രസമാണ് രാത്രി സമയത്ത് ഫുഡ് കഴിക്കലൊക്കെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഫിൽറ്ററിൻ്റെ അടുത്ത് പോയി വെള്ളമൊക്കെ എടുത്ത് വെച്ച് ഞങ്ങളുടെ അങ്ങനത്തെ കുറച്ച് കുഞ്ഞു പണികളൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഇപ്പം ഞങ്ങൾക്ക് വന്നിട്ട് കുറച്ചധികം പ്രസൻറ്റേഷനും DPRും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ രാത്രിയായപ്പോൾ ഞാനും ബെങ്കും കൂടെ ഇങ്ങനെ ഇരുന്ന് കുറേ പണിയുണ്ട്. എന്താണ്ടൊക്കെയോ ഇങ്ങനെ കുത്തിക്കുറിച്ച് നോക്കി. എന്നും എന്താ പറയുക, എവിടെ എത്തിയില്ല എന്ന് വേണം പറയാൻ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മടുത്തു. സോ ഗൈസ്, ഞങ്ങൾ ഇത്ര നേരം ഇരുന്നിട്ട് ഞങ്ങളുടെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ പ്രൊജക്ട് DPR എന്തൊക്കെയോ ആണ് ഭ്രാന്ത് പിടിച്ചു. ഞങ്ങൾ ബുക്കൊക്കെ പൊട്ടിക്കെട്ട് വെച്ചു. കാരണം ഇനി നടക്കൂല, കുറെ നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട് കോസ്റ്റ് ഓഫ് പ്രൊട്ടക്ഷൻ അങ്ങനെയൊക്കെ മാറിപ്പോയി തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി കോളേജ് വന്നിട്ട് ഇന്നിപ്പോൾ 22-ാം തീയതി ഞാൻ ഈ ഡേ ഇൻ മൈ വ്ളോഗ് ചെയ്യുന്നത്. ഒരു 8 ദിവസം കൂടെ ഞങ്ങൾ ഈ കോളേജിലുള്ളൂ. ഞങ്ങളുടെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് അവസാനിക്കുമ്പോൾ ഈ വൈകിയ വേളയിൽ ബംഗാൾ ബംഗുവിന് എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. കാരണം ഇത് കഴിഞ്ഞാൽ പഠിക്കാനൊന്നും ഇനി എവിടെയും പറയാൻ പറ്റില്ല. ഇനി ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ പോയാൽ അവർ തിരിച്ചു വരവില്ല. ആണ് പിന്നെ നമ്മള് ഹോസ്റ്റലിൽ റൂംമേറ്റ് ഒക്കെ മിസ്സാവും. വീട്ടിൽ പോയി ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരും. പിന്നെ ഇവിടെ ഞങ്ങൾ ഒരുമിച്ചാ കിടക്കാറ്, 2 ബെഡ് അടുപ്പിച്ചിട്ട്. പിന്നെ നമുക്ക് ലേറ്റ് നൈറ്റ് ടോക്സ് ഉണ്ടാവില്ല. ഇനി വീട്ടില് 11 മണിയാകുമ്പോ അച്ഛനമ്മമാര് തുടങ്ങും, ഉറങ്ങുന്നില്ലേ. ഗോസിപ്പ് എങ്ങനെ പറയും നമ്മൾ, അതും പറ്റില്ല. പിന്നെ പാട്ട് പാടുക, ഡാൻസ്, അതൊന്നും ഇനി ഉണ്ടാവില്ല. നമുക്കെല്ലാം പിരിയുന്ന കൂട്ടുകാർ നമ്മൾ. ഞാൻ പാമ്പുകൾക്ക് മേളുകൊണ്ട് നേരത്തെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ സ്കിപ്പ് അടിക്കുന്നതിന്റെ ഇടയിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചു പോയി കണ്ടോട്ടോ. ഈ വൈകിയ വേളയിൽ ഇപ്പൊ ആരോട് ചോദിച്ചാലും എല്ലാരും പറയും സങ്കടമാണ്. പക്ഷേ നമ്മൾ തന്നെ എന്താക്കണം ബംഗാൾ, അക്സെപ്റ്റ് ദ റിയാലിറ്റി ആൻഡ് എൻജോയ് ദിസ് മൂമെന്റ്. ഇനി 8 ദിവസം ഉണ്ട്, ആ 8 ദിവസം പൊളിക്കാം. 8 ദിവസം. അപ്പൊ ഗൈസ്, ഇനി എനിക്ക് പ്രത്യേകിച്ച് എന്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഒന്നും ചെയ്യാനില്ല. സത്യം പറഞ്ഞാൽ ഈ വ്ളോഗ് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കോളേജ് ലൈഫ് തീരാൻ പോകില്ല, ഇനി 8 ദിവസമല്ലേ ഉള്ളൂ. ഇനി 8 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഡേ ഇൻ മൈ ലൈഫ് ഇൻ കോളേജ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ ചെയ്തതാണ്. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയും അത്ര കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുളിക്കുക, എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങും. അപ്പൊ അത്രയും വ്ളോഗൊന്നും വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ നമ്മുടെ കുഞ്ഞമ്മ എത്തിയിട്ടുണ്ട് ഗൈസ്. കുഞ്ഞമ്മക്ക് എന്താ പറയാനുള്ളത്? നമ്മളിനി 8 ദിവസം കൂടി ഈ കോളേജിലുള്ളൂ. നമ്മുടെ കോളേജ് ലൈഫ് എൻഡ് ചെയ്യാൻ പോവാണ്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? പറയാനുള്ള എന്താന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ സങ്കടമുണ്ട്, സന്തോഷമില്ല, ഒന്നും ചെയ്യാനില്ല. പോയേ പറ്റൂ, എല്ലാവരും പോണം, എല്ലാവർക്കും കോളേജ് ലൈഫ് എന്തായാലും എൻഡ് ചെയ്യല്ലോ. അപ്പൊ പിന്നെ നമ്മൾ സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, അത്ര തന്നെ. Yes, നേരത്തെ പറഞ്ഞ പോലെ accept the reality.
എൻജോയ് ദ മൊമെന്റ്. യെസ്, നമ്മൾ തന്നെ കണ്ടുപിടിച്ച പുതിയ സവാക്കികൾ. ഈ വ്ലോഗ് വലിച്ചു നീട്ടുന്നില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് കുളിക്കുക, കിടന്നുറങ്ങും, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.